ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പീസ് ഡേ 1 എല്ലാവർക്കും ഇഷ്ടമായതുള്ള പോസിറ്റീവ് കമൻസാണ് കിട്ടിയത്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്, കുറച്ച് ദിവസം ഇങ്ങനത്തെ വീഡിയോസ് ഇടണമെന്ന്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെയുള്ള റെസിപ്പീസ് ഒരു ചെറിയ 10 മിനിറ്റ് വീഡിയോയിൽ ഷോർട്ട് ആൻഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുക്കുമ്പോൾ കുറച്ച് ഫ്ലോസ് ഒക്കെ വരും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഴം പുട്ടാണ്. പഴം പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, അത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. നല്ല പഴുത്ത പഴമായിരിക്കണം, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ല പഴുത്ത പഴം അല്ല കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം ഈ പുട്ടിൻ്റെ കൂടെ നല്ല പഴുത്ത പഴം വെന്ത് കഴിഞ്ഞിട്ടുള്ളത് കഴിക്കാനാണ് രസമുള്ളത്. ഒന്നുകിൽ നമുക്ക് ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്നുകിൽ നമുക്ക് പുട്ടുപൊടിയിൽ ഈ പഴം ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് പുട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു, അതിനുശേഷം നമ്മൾ സാധാരണ നോർമൽ പുട്ടുപൊടി നനച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ വീണ്ടും ഈ പഴം നമ്മൾ കൂട്ടി ഒരു മിക്സാക്കി വെച്ചിട്ടില്ലേ അത്, അല്ലെങ്കിൽ പഴം വെറുതെ അരിഞ്ഞത്, നല്ല പഴുത്ത പഴമാണെങ്കിൽ വെറുതെ അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. അതും പിന്നെ വീണ്ടും പുട്ടുപൊടി, അങ്ങനെ ലെയർ ചെയ്തിട്ട് നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ലെയർ ചെയ്യുന്ന അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഴവും കൂടെ ലെയർ ചെയ്തിട്ട് നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണത്. പപ്പടവും കൂട്ടി കഴിക്കാൻ, പപ്പടം ഇല്ലെങ്കിലും ഈ പഴവും പുട്ടും കൂടെ കൂട്ടി കഴിക്കാനും നല്ല സ്വാദാണ്. പുട്ടുപൊടിയിൽ ഫുള്ളായിട്ട് നമ്മളിത് മിക്സ് ചെയ്യാന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. കാരണം ഓരോ ബൈറ്റിലും നമുക്ക് ഈ പഴവും കൂടെ കിട്ടും. അപ്പോൾ നമ്മുടെ അങ്ങനത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പഴം പുട്ട്. ഇനി നമുക്ക് ഇന്നത്തെ ലഞ്ച് മെനു നോക്കാം. ഒന്ന് വത്തക്കുഴമ്പ് റൈസാണ്. വത്തക്കുഴമ്പ് റൈസ് ഒരു തമിഴ് ഡിഷാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകരുത്. അതായത് നമ്മൾ ബസ്മതി ആണ് മെയിൻ, ഇത് ബസ്മതി വെച്ചിട്ടാണ് ഇത് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സലാഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമുക്കൊരു എന്താ പറയുക, കുക്ക് ചെയ്യാൻ മടിയുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ കുറച്ച് ലെഫ്റ്റ് ഓവർ റൈസ് ഇരിക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അതിൻ്റെ കൂടെ ഒരു സലാഡും കുറച്ച് പപ്പടമോ കൊണ്ടാട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ക്രഞ്ചി ആയിട്ട് കുറച്ച് കൊണ്ടാട്ടം ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഈ വത്തക്കുഴമ്പ് റൈസിൻ്റെ കൂടെ. ഇതിനോട് കുറച്ച് അരിക്കൊണ്ടാട്ടം വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക്, ചനാദാൾ, പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ്, ഓരോ ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചനാദാളും കുറച്ച് കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഒരു സവാളയും 2 പച്ചമുളകും നന്നായി പൊടിയായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്നിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും ഞാനിപ്പോൾ വത്തക്കുഴമ്പ് റൈസിൻ്റെ പേസ്റ്റ് വാങ്ങാൻ കിട്ടും, അതാണ് എടുത്തിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വത്തക്കുഴമ്പ് പൗഡർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം, എന്നിട്ട് വത്തക്കുഴമ്പ് റൈസ് ഉണ്ടാക്കാം. ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിട്ട് നമുക്ക് റെഡിമെയ്ഡ് പേസ്റ്റ് വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ്. മല്ലിയിലയും കൂടെ തൂക്കിയിട്ട് നമുക്ക് റൈസ് റെഡിയായി. അപ്പോൾ എത്ര പെട്ടെന്ന് കുറച്ച് ലെഫ്റ്റ് ഓവർ റൈസ് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ റൈസ് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ടേസ്റ്റ് ഉണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ഡിന്നർ മെനു നോക്കാം. ആലു മേത്തി കറിയും ചപ്പാത്തിയാണ് ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഈ മേത്തി വെച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേത്തി ലീവ്സ് അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇളം തണ്ടാണെങ്കിൽ നമുക്ക് അതോടുകൂടെ അരിഞ്ഞിടാം. പക്ഷേ ഇതിവിടെ കിട്ടുന്ന മേത്തി ലീവ്സിനെല്ലാം തണ്ട് ഭയങ്കര കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ അത് കറിയിലിട്ട ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല.
അപ്പോൾ ഞാനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വിയിലൊരു പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ ഓണാക്കിയിടും. അതിനുശേഷം ഈ ലീവ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കും. അപ്പോൾ നമുക്കത്ര ബോറിങ്ങുമായിട്ട് തോന്നില്ല. പിന്നെ കുറേ സമയം ഇതിന് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര എന്താ പറയുക ബുദ്ധിമുട്ട് തോന്നില്ല ഈ ഒരു ജോലി തീരാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മൾ ലീവ്സ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കണം. അതിൽ മണ്ണും അതേപോലെ ചിലപ്പോൾ ചെറിയ പുഴുക്കളൊക്കെ കാണും. അപ്പോൾ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ടാപ്പിൽ റണ്ണിങ് വാട്ടറിൽ പിടിച്ചിട്ട് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ക്ലീൻ ലീവ്സ് കിട്ടും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ കുറച്ച് ഒരു 5-6 വെളുത്തുള്ളി, ഒരു സവാള, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഇത്രയും ആണ് വേണ്ടത്. അപ്പോൾ സവാളയും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ നോർത്ത് ഇന്ത്യൻ കറി ഉണ്ടാക്കുന്നത് ഓയിലാണ്, പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ജീരകം ആണ് നോർത്ത് ഇന്ത്യൻ കറിയിൽ സാധാരണ അവർ കടുകിന് പകരം തളിക്കാൻ വേണ്ടിയിടുക. അപ്പോൾ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം. അത് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഈ സമയത്ത് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ എണ്ണയിൽ കിടന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായി കിട്ടും. അപ്പോൾ അത് കറിയിൽ നല്ല ടേസ്റ്റാണ്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. ആ സമയം കൊണ്ട് നമുക്ക് ഈ നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മെത്തി ലീവ്സ് ഒന്ന് റഫ്ലി ചോപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് റഫ്ലി ചോപ്പ് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അതേപോലെ തന്നെ തക്കാളിയും കൂടെ നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതേപോലെ ഉരുളക്കിഴങ്ങും ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് ഞാൻ റെസിപ്പി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ടൈറ്റിലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കറക്റ്റ് നിങ്ങൾക്ക് മെഷർമെൻറ്റ് ഓരോന്നിൻ്റെയും കറക്റ്റ് അവിടുന്ന് നോക്കിയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയുടെ പച്ചമുളകും എല്ലാം മാറണം. എന്നിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. നന്നായിട്ട് മസാല ഒന്ന് നന്നായി മൂത്ത് തക്കാളിയൊക്കെ ഒന്ന് നമുക്ക് വെന്ത് കുഴഞ്ഞ് കിട്ടണം. അതേപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മെത്തി ലീവ്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഗ്രേവിയിൽ ഈ ലീവ്സ് നന്നായിട്ട് മിക്സായി കിട്ടണം. നമ്മൾ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ് മെത്തി ലീവ്സ്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇളം ചൂടുവെള്ളത്തിലാണ് മാവ് കുഴച്ചെടുക്കാറ്. വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് എണ്ണയൊന്നും ചേർക്കാറില്ല. നമ്മൾ തവയിൽ ഇട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫ്ലിപ്പ് ചെയ്യുക. അതിനുശേഷം ആ സൈഡിൽ അങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 ഫ്ലിപ്പാണ് ഞാൻ ചപ്പാത്തിയിൽ ചെയ്യാറുള്ളൂ. ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചെയ്തെടുക്കാറില്ല. അപ്പോൾ നമുക്ക് നല്ല പഫ്ഡ് ചപ്പാത്തി കിട്ടും. ഫുൾക്ക മാതിരി തന്നെ നമുക്ക് തവയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും.
അങ്ങനെ നമ്മുടെ ഡിന്നർ കഴിഞ്ഞു. ഇനി ഞാൻ സ്റ്റവും കൗണ്ടർ ടോപ്പും എല്ലാം തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം ഫുൾ കഴുകി സിങ്കും കൂടെ ക്ലീൻ ചെയ്തിട്ട് മാത്രമാണ് ഉറങ്ങാൻ പോകാറുള്ളൂ. സിങ്കിൽ ഒരിക്കലും ഞാൻ പാത്രങ്ങൾ ഇട്ട് വയ്ക്കാറില്ല രാത്രി. അപ്പോൾ നമുക്ക് രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ പാത്രങ്ങളിങ്ങനെ സിങ്കിൽ കുമിഞ്ഞു കൂടി കിടക്കുക അതൊരു സുഖമില്ലാത്തൊരു കാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് മാത്രമേ ഉറങ്ങാൻ പോകാറുള്ളൂ. പിന്നെ ചില സമയത്ത് എന്തെങ്കിലും സ്മെല്ല് അങ്ങനെ എന്തെങ്കിലും കിച്ചണിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിലും കത്തിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് രാവിലെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും കിച്ചണിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു നൈറ്റ് ടൈം റൊട്ടീൻ എന്ന് പറയാം കിച്ചണിൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.